എന്നാൽ നമ്മൾ പഠിക്കണ്ടേ? ഖബറിൽ വെച്ചാൽ ആദ്യത്തെ ചോദ്യം റബ്ബിനെ കുറിച്ചല്ലേ? ആ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്റെ റബ്ബ് അള്ളയാണെന്ന് തന്റെ ഇടത്തോടെ പറയാൻ സത്യവിശ്വാസികളിലെ മുഅ്മിനീങ്ങളിലെ മൂഖിനുകളായ ആളുകൾക്ക് അതിന് സാധിക്കൂ എന്നല്ലേ അള്ളാഹു പറയുന്നത്? റസൂൽ അത് പഠിപ്പിച്ചിരുന്നില്ലേ? മുഅ്മിനിനും മൂഖിനുമായ മനുഷ്യനെ ഖബറിൽ മറുപടി പറയാൻ കഴിയൂ. അത് നല്ല ഉറച്ച വിശ്വാസമുള്ളവരാണത്. റഹ്മാനായ റബ്ബ് ലോകത്തുള്ളതെല്ലാം ഒരു പരിധിയുമില്ലാതെ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും അവൻ കഴിവുള്ളവനാണ്, സദാ എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവൻ എല്ലാവരോടും അതീവ വാത്സല്യമുള്ളവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്, ധാരാളമായി പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, ഏറെ വാത്സല്യമുള്ളവനാണ്, ഏറെ സ്നേഹമുള്ളവനാണ്. ഇതൊക്കെ ഓരോ പേരുകളുടെ അർത്ഥമാണ്. ഓരോ പേരുകളും അർത്ഥവും വിശദീകരിക്കാൻ ദിവസങ്ങൾ ആവശ്യമുണ്ട്. സൂചനകൾ പറഞ്ഞു മതിയാക്കാൻ. ആ നാമങ്ങൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എല്ലാം കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്റെ റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനത്തെ എനിക്ക് പിന്നെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നൊരു ശക്തിയുണ്ട് എന്ന് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല. അതെന്റെ റബ്ബ് മാത്രമാണ് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. എവിടെ നിന്ന് ഞാൻ വിളിച്ചാലും എന്റെ വിളി കേട്ട് എന്റെ സഹായത്തേട്ടങ്ങൾക്ക് എന്റെ സഹായത്തേട്ടങ്ങൾക്ക് ഉത്തരം ചെയ്യാനും എന്നെ സദാ കാണാനും എന്നെ സഹായിക്കാനും എന്റെ വിളി കേൾക്കുവാനും എനിക്ക് ഉത്തരം ചെയ്യുവാനും കഴിവുള്ള മറ്റൊരു ശക്തിയുണ്ടെന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ പിന്നെ കഴിയൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സമൂഹം എന്തു ചെയ്യുന്നു? അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോഴുള്ള വിശ്വാസം പോലെ സൃഷ്ടികളായ ആളുകളോട് ബദരീങ്ങളെ കാക്കണേ, മമ്പുറത്തെ ശൈഖേ കാക്കണേ, അതുപോലെ തന്നെ മടവൂരിക ശൈഖേ കാക്കണേ എന്നിങ്ങനെ സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ വിശ്വാസം? എവിടെ നിന്ന് വിളിച്ചാലും അവരൊക്കെ വിളിപ്പുറത്ത് ഉത്തരം തരും. അവര് നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവര് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയൂല, അവര് കാണാതെ ഒരു തിന്മ പോലും ചെയ്യാൻ കഴിയൂല. ഈ പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല, ഒരു ഇല പോലും അനങ്ങുന്നില്ല, ഒരു സംഭവവും നടക്കുന്നില്ല ഔലിയാക്കൾ അറിയാതെ എന്ന് ഒരു കൂട്ടരിവിടെ വിശ്വസിക്കുന്നു. ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റൂല. ഒരു മുസ്ലിമിനെ ഇത് വിശ്വസിക്കാൻ പറ്റൂല. ഇതവന്റെ വിശ്വാസത്തിൽ ചേരുന്ന മാലിന്യമാണ്. റഹ്മാനായ റബ്ബിനെ പോലെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന കഴിവുള്ള ഒരാളും തന്നെ ഇല്ല. അവിടെയാണ് തകരാറുകൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് റബ്ബല്ലാത്തവരെ നിരന്തരം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത്. അവരൊന്ന് കണ്ണു ചിമ്മിയാൽ ലോകത്തുള്ള ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടുമത്രേ, തീവണ്ടികളൊക്കെ കൂട്ടിയിടിക്കുമത്രേ, ബസ്സുകളും കാറുകളുമൊക്കെ നിയന്ത്രണം വിട്ട് മറിഞ്ഞു പോകുമത്രേ, ആകാശഭൂമികളെല്ലാം തകർന്നു പോകുമത്രേ. ആരൊന്ന് കണ്ടു ചിമ്പിയാൽ മടവൂരി ശൈഖ്, അതല്ലെങ്കിൽ മറ്റൗലിയാക്കന്മാര്, ഈ വിധത്തിൽ മുസ്ലിം ഉമ്മത്തെന്ന് പറയുന്ന ആളുകൾ വിശ്വസിക്കുമ്പോ, ഓ കുടുംബങ്ങളെ, നിങ്ങൾ പഠിക്കണ്ടേ എന്താണ് ഇതിലെ തകരാറ്, എവിടെയാണ് തകരാറ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലളിതമായി പറയുന്നത്, റഹ്മാനായ റബ്ബിന് മാത്രമുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും മറ്റൊരാൾക്കുണ്ടെന്ന്, അത് അല്ലാഹ് കൊടുത്തതാണെന്ന് ഒരു പ്രത്യേകമായ കണ്ടീഷൻ വെച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയൂല. കാരണം അല്ലാഹ് കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവ് ആർക്കെങ്കിലും ഉണ്ടെന്ന് ലോകത്ത് ഒരു മുശ്രിക്കും വിശ്വസിച്ചിട്ടില്ല. നമ്മളിപ്പോ ഹജ്ജിന്റെ സീസണിലാണ്. ഹജ്ജിനും ഉംറക്കും പോകാത്തവരിവിടെ ഉണ്ടാകില്ലല്ലോ. നമ്മളതാ തൽബിയത്ത് ചൊല്ലുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇങ്ങനെ തൽബിയത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇതേ തൽബിയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് അറേബ്യൻ മുശ്രിക്കുകളും ചൊല്ലിയിരുന്നു. പക്ഷേ അവരതിനോട് ചിലത് കടത്തി കൂട്ടിയിട്ടാ ചൊല്ലിയത്. ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ശരിയായ ഭാഗം അവര് ചൊല്ലുമ്പോ
അള്ളാന്റെ റസൂൽ അവരോട് പറയും, അവിടെ നിർത്തിക്കോ, ഇപ്പൊ പറഞ്ഞത് കറക്റ്റാണ്. അതിലപ്പുറം അവര് കൂട്ടിച്ചേർത്തത് നബി തങ്ങൾ എതിർത്തോ. അതിന്റെ അർത്ഥം എന്താ? ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ശരിക്ക് പഠിക്കണം. ലളിതമായി ഒരാളോട് തൗഹീദ് പറയാനുള്ള വഴിയായി പറയണം. അറേബ്യൻ മുശ്രിക്കിന്റെ വിശ്വാസ പറയണേ, അള്ളാഹ് നിനക്കൊരു പങ്കാളിയുമില്ല. അതാദ്യം അവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർക്ക് കണ്ടീഷൻ ഇടക്ക് ചേർക്കുകയാണ്. ഇല്ലാ ശരീക്കൻ, നിനക്ക് ഒരു പങ്കാളിയുണ്ട്, ചില പങ്കാളികളുണ്ട്. ആ പങ്കാളിയുടെ കഴിവുകളൊന്നും ആ പങ്കാളിയുടെ സ്വന്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് തംലികുഹു വമാ മലക, ആ പങ്കാളിയുടെ സകല കഴിവുകളും നീയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നീ കൊടുത്ത കഴിവല്ലാത്ത ഒരു സ്വതന്ത്ര കഴിവ് അവർക്കാർക്കും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെന്തിനാ പിന്നെ അവര് മുശ്രിക്കായത്? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഇവര് മുശ്രിക്കാവാൻ പാടില്ലല്ലോ. കാരണം അള്ളാനെ പോലെ സ്വന്തമായി കഴിവുണ്ട് എന്ന് ഇവരാരും വിശ്വസിക്കില്ല. മറിച്ച് അള്ളാഹ് കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന മാനദണ്ഡം. മറിച്ച് അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകമായ കഴിവുകളുണ്ട്. അതൊക്കെ അവന്റെ പേരുകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ കഴിവുകളും ഗുണവിശേഷണങ്ങളും അവൻ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആർക്കും അള്ളാഹ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു എന്ന് ഇവര് വെറുതെ പറയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഔലിയാക്കന്മാര് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ അള്ളാനെ പോലെ തന്നെ അവര് പറയുന്നത്. അള്ളാനെ പോലെ കാണും, കേൾക്കും. പിന്നെ എന്താ വ്യത്യാസമുള്ളൂ? അള്ളാടെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ്, ഇവരുടെ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. അതുകൊണ്ടൊന്നും കുടുംബങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടൂല. അത് പഠിച്ചു വെച്ചോളി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകൾക്ക് വിലയില്ല. വിശുദ്ധ ഖുർആൻ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്ക്. ധാരാളം നബിമാരുടെ പ്രാർത്ഥനകൾ അതിലുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകള്, ദുആകള് പരിശോധിച്ചു നോക്കൂ. റബ്ബിനോടല്ലാത്ത ഒരൊറ്റ ദുആയും അതിൽ കാണാൻ കഴിയൂല. നിസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള ദിക്റുകൾ പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടമോ പ്രാർത്ഥനയോ അതിലുമില്ല. ഇവര് പറയുന്നതോ, ഒരാള് പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം മദീനയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. മുഹമ്മദ് നബി തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാതെ അള്ളാഹുവേ പൊറുക്കണേ എന്ന് നേരിട്ട് പറഞ്ഞാൽ പാപം പൊറുക്കുകയില്ല എന്നും, അള്ളാഹുവിനോട് നേരിട്ട് പാപം പൊറുക്കണേ എന്ന് ചോദിക്കുന്നത് മുനാഫിഖീങ്ങളുടെ സമ്പ്രദായമാണെന്നും, യാതൊരു പടച്ചവനെ പേടിയുമില്ലാതെ പച്ചയായി ചില ആളുകൾ പ്രസംഗിക്കുന്നു, എഴുതുന്നു. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ അതിനോട്? നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കാനാ പറയുന്നത്. ഇതിൽ ഗ്രൂപ്പിസവും പാർട്ടിയും വഴക്കൊന്നുമില്ല. അതൊക്കെ നമുക്കിവിടെ ഒരു സൗകര്യത്തിനുള്ള സംഘടനയും പ്രവർത്തനമൊക്കെയാണ്. ഇന്ന് ഞാനും നിങ്ങളുമാണ് മരിച്ചു കഴിഞ്ഞാൽ വരാൻ പോണ കാര്യമായി പറയുന്നത്. അവിടെ ഇവരാരും വക്കാലത്ത് ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്ക്. ഇവിടെ പറയാണ്, പച്ചയായി പറയാണ്, നിങ്ങളൊരു പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് തൗബ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആദ്യം മദീനയിലുള്ള റസൂലുള്ളാഹിനോട് ഒന്നുകിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറയണം. എന്ത് പറയണം? ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. മൻഖൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിലെ വരിയാണ്. അള്ളാന്റെ റസൂലിനോട് വിളിച്ചു പറയാണ്, നബിയെ, കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപിയാണ് ഞാൻ. അങ്ങയോടിതാ ആവലാതി പറയുന്നു, എന്റെ പാപം പൊറുക്കണേ, നബിമാരുടെ നേതാവായ മുത്തു നബിയേ. ഇതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ? ഇത് ചൊല്ലാത്തവൻ മുനാഫിഖാണെന്നാണ് പ്രസംഗിക്കുന്നത്.
ഇത് ചൊല്ലാതെ നേരിട്ട് റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അവൻ മുനാഫിക്കാണത്രേ. എങ്കിൽ ഇന്ന് നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ചില്ലേ, ഇശാ നിസ്കരിച്ചില്ലേ? ലോകത്ത് ജനകോടികൾ മുഴുവനും ഇന്നും നിസ്കാരത്തിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. മുനാഫിക്കിന്റെ ദുആയത് ഇതൊക്കെ ചൊല്ലിയൊരു മുനാഫിക്കായോ? മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താ? അപകടങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ പഠിക്കാനാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, എന്തിനാ നമ്മൾ ഈ തൊണ്ട കീറി സംസാരിക്കുന്നത്? എന്തിനാ നമ്മൾ വേറിട്ട് നിന്ന് കുടുംബങ്ങളുടെ ആട്ടും തുപ്പും ജനങ്ങളുടെ പഴിചാരലുകളും നാട്ടുകാരുടെ മഹല്ല് ബഹിഷ്കരണവും ഒന്നും വകവെക്കാതെ എന്തിനാ നമ്മൾ ഈ അധ്വാനിക്കുന്നത്? ഈ ജനത രക്ഷപ്പെടണം. നമ്മുടെ ജനത, അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ നരകത്തിയിൽ പോകാൻ പാടില്ല. നമ്മൾ സ്വർഗം ആശിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഉമ്മാക്ക് കിട്ടണം, ഉപ്പാക്ക് കിട്ടണം, ആങ്ങളക്ക് കിട്ടണം, പെങ്ങൾക്ക് കിട്ടണം, ഭാര്യക്ക് കിട്ടണം, ഇളാപ്പാക്ക് കിട്ടണം, മുത്താപ്പാക്ക് കിട്ടണം, അയൽക്കാർക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനാണിത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കാണിത് യോജിക്കാൻ കഴിയുക? മുത്തുമുസ്തഫയോട് പാപമോചനത്തേട്ടം നടത്താതെ ഡയറക്റ്റായി അള്ളാഹിനോട് പാപമോചനം തേടിയാൽ അവൻ മുനാഫിക്കാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എങ്കിൽ നമ്മുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയും എല്ലാ ഇസ്തിഗ്ഫാറിന്റെ തേട്ടങ്ങളും മുനാഫിക്കിന്റെ തേട്ടമായി മാറൂലേ? അത്ര ഗൗരവമാണ് വിഷയം. നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ ചടങ്ങുകളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഹജ്ജിന്റെ ഓർമ്മയിൽ നമുക്ക് കടന്നു വരുന്നു മഹാരഥന്മാരായ 2 നബിമാര് വരുന്നുണ്ട്. മുത്തുമുസ്തഫയടക്കം 3 നബിമാര് വരുന്നുണ്ട്. ഒരു മഹദിയായ ഉമ്മയും കടന്നു വരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാജറ അലൈഹിസ്സലാം. ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ മീഖാത്തിൽ നിന്ന് നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാമിൽ അങ്ങ് പ്രവേശിച്ച് നമ്മുടെ മുടിനീക്കൽ ചടങ്ങിലൂടെയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് ഹജ്ജിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദുആ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ഹാജറ ഉമ്മ ബീവി എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? പോകട്ടെ, ഇനി അവര് നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ. ബിഹഖി ഇബ്രാഹിം വബിജാഹി ഇസ്മായിൽ വബിബറകതി ഉമ്മിനാ ഹാജറ റളിയല്ലാഹു അൻഹാ. അവരുടെ ഹക്കും ജാവും ബർക്കത്തും പറഞ്ഞിട്ടുള്ളൊരു ദുആ ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ ഇബ്രാഹിം നബി ഇല്ലേ, ഇസ്മായിൽ നബി ഇല്ലേ, ഹാജറ ഉമ്മ ബീവി ഇല്ലേ, നമ്മുടെ മുത്തു മുസ്തഫ ഇല്ലേ? മുത്തു മുസ്തഫയല്ലേ കാണിച്ചു തന്നത്? ഹജ്ജിന്റെ മുഴുവൻ മനാസിക്കുകളും കാണിച്ചു തന്നിട്ട് അവിടുന്നല്ലേ പറഞ്ഞത്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികളൊക്കെ ഇതാ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നിർവഹിക്കണേ. മുത്തു മുസ്തഫയുടെ വസിയത്താണ്. നമ്മൾ ഇവരൊക്കെ ഓർക്കണില്ലേ? ഓർത്താ ശിർക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ചില ആൾക്കാർ നമ്മളെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കുക. മരിച്ചുപോയ മഹാന്മാരെ ഓർക്കാൻ പാടില്ലത്രേ, ശിർക്കാവൂ അത്രേ. ആരാ പറഞ്ഞ്? ഓർക്കാൻ പാടില്ല. ഇവരൊക്കെ ഓർക്കണില്ലേ? എന്തിനാ ഹജ്ജിലേക്ക് പോണ്? 5 നേരത്തെ നിസ്കാരത്തിലും ഇബ്രാഹിം നബിയെയും മുത്ത മുസ്തഫയെയും പറയാത്തൊരു നിസ്കാരം ഉണ്ടോ? ഓർക്കലാ തെറ്റി. അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇവര് പറയുന്നത് എന്താണ്? അള്ളാഹിനോട് അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറയും പോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചോളൂ. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്കി വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. മുഹീദ്ദീൻ മാലയിലെ വരിയാണ്. ആർക്കെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് വിളിച്ചാൽ ആ സ്പോട്ടിൽ ഞാൻ ഹാജരായിട്ട് ഞാൻ ഉത്തരം തരാതിരിക്കൂല. ഇത് മുസ്ലിമിന് വിശ്വസിക്കാൻ പാടുണ്ടോ?
അവര് വിളിച്ചു വരുത്തുകയാണ്. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് 1000 വട്ടം ഉരുവിട്ടുകൊണ്ട് യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ വിളിച്ചു കൂവുകയാണ്. ലൈറ്റ് അണക്കുകയാണ്. എന്നിട്ട് അട്ടഹസിക്കുകയാണ്. അവരുടെ വിശ്വാസം എന്താണ്? ശൈഖ് അവിടെ ഹാജരാകുന്നുണ്ട്. ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പ്രത്യേക വരി തന്നെയും അതിലുണ്ട്. യാ സയ്യിദി ഹുദൂർനി യാ മുഹയ്യദ്ദീനി, എന്റെ നേതാവായ മുഹയ്യിദ്ദീൻ ശൈഖ് ഞങ്ങളെ മജ്ലിസിൽ ഹാജരാവണേ. ഹാദിറൂ ഹാദിറൂ ഇമ്മജ്ലിസിൽ ഹാദിറൂ അംബിയ കുല്ലും ഹാദിറൂ ഔലിയ കുല്ലും ഹാദിറൂ. വിളിച്ചു വരുത്താണ്. നബിമാരെ ഹാജരാകൂ, ഔലിയാക്കളെ ഹാജരാകൂ, ഞങ്ങളെ കൈകൾ പിടിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് നബി തങ്ങളോടും അതുപോലെയുള്ള ആളുകളോടും അവർ തേടിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെയ്തോൻ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും ഹജ്ജിന് പോയിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ദിക്റും സലാത്തും ചൊല്ലിയിട്ടും മാഫി ഫൈദ, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇതാണ് ആദ്യം ശരിയാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ബാപ്പ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോ മോനെ വിളിച്ചുകൊണ്ട്, മോനെ നീ നല്ലോണം തിന്നിട്ട് നിന്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം എന്നല്ലല്ലോ പറയുന്നത്. അതൊക്കെ ആവശ്യം തന്നെയാണ്. ഇതൊക്കെ മക്കൾ തിന്നോളും, രോഗം വരുമ്പോ നമ്മൾ ചികിത്സിച്ചോളും. പക്ഷേ ഇന്നെന്റെ മോനോ ഞാനോ മരിച്ചാലും ഞാനും എന്റെ മോനും നരകത്തിൽ പോയി കൂടാ. അതിനുള്ള പ്രൊട്ടക്ഷനാണ്, അതിനുള്ള പ്രിക്വേഷനാണ് ആദ്യം കൊടുക്കുന്ന മരുന്നിലുള്ളത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ കുഞ്ഞുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. കാരണം ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്കാണ് വമ്പിച്ച അക്രമം. ഇതാദ്യം പറയേണ്ടത് ആരോടാണെന്നറിയോ? ഞാനത് പഠിച്ചാൽ ഞാൻ ആദ്യം പറയേണ്ടത് എന്റെ മക്കളോടാണ്. എന്റെ വാപ്പുണ്ടെങ്കിൽ വാപ്പനോടാണ്, ഉമ്മണ്ടെങ്കിൽ ഉമ്മനോടാണ്. അതെവിടുന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചു, വഅൻദിർ അശീറതകൽ അഖറബീൻ, ഓ നബിയേ നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണേ. പുറത്തുള്ളവരോട് പറയുന്നതിന്റെ മുമ്പ് ആദ്യം സ്വയം നന്നാവണം. ആദ്യം ഞാൻ നന്നാവണം. ഞാൻ നന്നായാലേ മറ്റുള്ളവരോട് പറയാൻ എനിക്ക് പറ്റുള്ളൂ. യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാലി നഫ്സിക കാനദത് തഅലീമു ഫബദ ബിനഫ്സിക ഫൻഹഹാ അൻ ഗയ്യിഹാ فإذا انتهت عنه فأنت حكيم. മറ്റുള്ളവരോട് നന്മ പഠിപ്പിക്കുന്ന ഉസ്താദേ, മറ്റുള്ളവരോട് നന്മ പറയുന്ന രക്ഷിതാക്കളെ, അത് നീ ആദ്യം നിന്റെ സ്വന്തത്തോടാണ് പറയേണ്ടത്. നീ നന്നാവാതെ മറ്റുള്ളവരോട് പറയാൻ നിനക്ക് അവകാശമില്ല. ഞാൻ ചൊല്ലിയ കവിതയുടെ പൊരുൾ, ആശയം അതാണ്. അത് നമ്മുടെ മനസ്സിൽ വേണം. പാപ്പാന്റെ മനസ്സിലും വേണം, ഉമ്മയുടെ മനസ്സിലും വേണം. ഇനി ആലോചിക്ക്, ഇവിടെയുള്ള ഓരോ രക്ഷിതാവും ആലോചിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ വിളിച്ച് ഇന്ന് വരെ ഞാനിത് പറഞ്ഞോ? ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്കിനെതിരെ ബോധവൽക്കരണം കുടുംബത്തിൽ ആദ്യം കൊടുക്കണം. അപ്പൊ കുട്ടികൾ ചോദിക്കും, എന്താപ്പാ ശിർക്ക്? എന്താ നിങ്ങൾ ഈ പറയുന്ന ശിർക്ക്? സാധാരണ പ്രവാസികൾക്കൊക്കെ ഒരു അസുഖമുണ്ട്. പ്രവാസികൾക്ക്, ഞാനൊരു പ്രവാസിയാണല്ലോ, എല്ലാവർക്കും ഒരു അസുഖമുണ്ട്. എന്താണെന്നറിയോ? നമ്മളിപ്പോ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പോണ്ട. അവരിപ്പോ ഏതായാലും മാലിയും മൗലൂദും ഒന്നുമില്ല. അവരേതായാലും ഖബർ കെട്ടിപ്പൊന്തിക്കലും നേർച്ചയിലും പൂരത്തിലൊന്നും പങ്കെടുക്കലില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അങ്ങനെ ആരും വിചാരിക്കരുത്. നിങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന നിലക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ ശിർക്ക്? എന്താണ് ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ദുരാചാരങ്ങൾ? ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചാ നമ്മുടെ മക്കളെ ഖബർസ്ഥാനിൽ വരണ്ടേ? നമ്മുടെ മയ്യത്ത് ഖബറടക്കുമ്പോ അവർക്കറിയുവേണ്ടേ ആ ഖബർ ഭൂമിയുടെ ഒരു ചാണിൽ നിന്ന്, ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരാളുടെ ഖബറും ഉയരാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ മാക്സിമം ഉയരം എത്രയാണ്? ഒരു ചാണ്.
ഒരു ചാണിലപ്പുറം എത്ര രാജാവായാലും, ഇവിടേക്ക് അബ്ദുള്ള രാജാവിൻ്റെയൊക്കെ ഖബർ കണ്ടില്ലേ, അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. വലിയ രാജാവല്ലേ, അദ്ദേഹം കിടക്കുന്ന ഖബർസ്ഥാൻ കണ്ടിട്ടില്ലേ? പൊതു ഖബർസ്ഥാനിലല്ലേ, എല്ലാരും കിടക്കുന്നിടത്തല്ലേ. അള്ളാഹിന്റെ മുമ്പിൽ അങ്ങനെയാ, ഒരു ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്താൻ പറ്റൂല. മുത്തു മുസ്തഫായുടെ ഖബർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അത് കണ്ടവരായ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആ 3 ഖബറുകളും കണ്ടവരാണ്. ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതാണ് ഖബറിന്റെ ഉയരം. ഇന്ന് നിങ്ങൾ നെറ്റിലടിച്ചു നോക്കൂ, സൗകര്യങ്ങളില്ലേ, നമുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൂടെ? ഇതാ മക്കളെ, ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നത് കണ്ടോ? ഏത് വലിയകളാണെന്ന ആളുകളുടെ പേരിൽ നടക്കുന്ന ദർഗകളുടെയും ജാറങ്ങളുടെയും ഒക്കെ ഫോട്ടോകൾ നെറ്റിൽ കിട്ടും. കാണിച്ചു കൊടുക്ക് കുട്ടികൾക്ക്. ഇതാ കണ്ടോ, ഇതാ ഇവര് ചെയ്യുന്നത്. ഇത് മുത്ത മുസ്തഫ എതിർത്ത കാര്യമാണ്. ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല. അതിന്മേൽ കണ്ടില്ലേ തുണി മൂടിയിട്ടുള്ളത്, പാടില്ലെന്നാ നബി പറഞ്ഞത്. അവിടെ കണ്ടില്ലേ വിളക്ക് കത്തിക്കുന്നത്, പാടില്ലെന്നാണ് നബി പറഞ്ഞത്. നിങ്ങൾ കാണുന്നില്ലേ അവിടെ പൂമാല വിതറിയിട്ടുള്ളത്, പാടില്ലെന്നാണ് മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്. നിങ്ങൾ കണ്ടില്ലേ ആളുകൾ ആ ഖബറിനെ ചുംബിക്കുന്നത്, അതിന്മേൽ തടവുന്നത്, അവിടെയുള്ള എണ്ണയെടുത്ത് കുടിക്കുന്നത്, ആ എണ്ണ തലയിലും ശരീരത്തിലും പുരട്ടുന്നത്, അവിടെ അതാ നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നത്, ഇതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയണം, ഇതൊന്നും മുത്ത മുസ്തഫ പഠിപ്പിച്ച ഇസ്ലാമല്ല. ഞങ്ങളൊക്കെ പാരമ്പര്യ മുജാഹിദീങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടേതൊക്കെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ്, ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് മക്കളോടതൊന്നും പറയണ്ട നിങ്ങൾ വിചാരിക്കണ്ട. കാരണം മക്കൾ വേറൊരു ലോകത്തേക്ക് നിങ്ങളുടെ പിടിവിട്ട് പോകും. അവര് പോകുന്നിടത്ത് എവിടെയാണെങ്കിലും അവരിൽ ജീവിതത്തിൽ അവരുടെ അഖീദ പഴക്കാൻ പാടില്ല, വിശ്വാസം പഴക്കാൻ പാടില്ല, അവര് ശിർക്കിലകപ്പെടാൻ പാടില്ല. എന്താ ഏലസ് കെട്ടിയാൽ കുഴപ്പമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അരയിലും കഴുത്തിലും കാതിലും ഒക്കെയായിട്ട് ആളുകളതാ പല നിറത്തിലുള്ള ചരടുകൾ കെട്ടുന്നു, ഏലസുകൾ കെട്ടുന്നു, ഉറുക്കുകൾ കെട്ടുന്നു. കരിങ്കണ്ണ നോക്ക് എന്ന് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അവിടേതാ കണ്ണേറിന് വേണ്ടി കണ്ണേറ് തട്ടാതിരിക്കാൻ കരിങ്കണ്ണ നോക്ക് എന്ന ബോർഡ് എഴുതി വെക്കുന്നു, കോലങ്ങൾ നാട്ടുന്നു. ഇതൊക്കെയാണോ ഇസ്ലാം പഠിപ്പിച്ച രീതികൾ? അല്ലെന്ന് മക്കൾക്ക് ഉത്ബോധനം കൊടുക്കണം. അതിന് നമുക്ക് അതിനെക്കുറിച്ച് ബോധം വേണം. അങ്ങനെ വിശ്വാസത്തിന്റെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ശിർക്ക് വരുന്ന വഴികളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം നോക്കൂ നിങ്ങൾ, പിന്നീട് ലുഖ്മാൻ അലൈഹിസ്സലാം എന്തു പറയുന്നു? ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനായ ആ പിതാവ് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അള്ളാഹിനോടുള്ള ബന്ധം പഠിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ,